ഇന്ന് ഞാൻ എൻ്റെ പെരയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് എടുത്തുള്ളത്. അപ്പോൾ അതാ 4 മണിക്ക് ചായക്ക് ചക്രക്കിഴങ്ങ് പീങ്ങിയതും ചായയൊക്കെ കുടിച്ച് അപ്പോൾ വൈകുന്നേരത്തെ ചോറിന് മധുവത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അത് കൊണ്ടുവരണം കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ചോറെത്തി അങ്ങനെ അതാ മധുവത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് കാത്തിരിക്കണ കണ്ടില്ല ഞങ്ങൾ ഉറങ്ങാതെ 10-10:30 മധുവത്ത് കൊണ്ടുവരും പറഞ്ഞാണ്ട് ഇവിടെ കളിച്ച് കുത്തിരിക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കോ 9 മണിക്കൊക്കെ ഉറങ്ങണ പോലെ ഇന്നൊക്കെ ഉറക്കന്നെ അല്ല, ഓൽക്ക് 10:30 ഒന്നും ഉറക്കില്ല കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ചോറൊക്കെ പാത്രത്തൊക്കെ ഒഴിവാക്കുകയാണ്. അങ്ങനത്തെ ചോറും ചിക്കനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പാത്രത്തേക്ക്. അപ്പം ഞാൻ അതിൽ പീസ് എടുത്ത് നോക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ചൂടും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഇട്ടിക്കണ്. അപ്പോൾ തിന്നാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇതാ കുട്ടികൾക്കൊക്കെ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ വട്ടം കൂടി നിൽക്കണോക്കാണ് ചോറിൻ്റെ ഊറ്റം കൊണ്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അങ്ങനെ അതാ മക്കൾക്ക് ചോറ് വിളമ്പി കൊടുത്താണ്ട് വല്ല വർക്കരിക്കാണ്ട് ഇരുത്തിക്കാൻ കേട്ടോ. കൊയിഞ്ഞ് പോയിരുന്ന് അവിടെ അടുത്ത് തിന്നോളി പറഞ്ഞാണ്ട് ഒക്കെ അതവിടെ ആസ്വദിച്ചിരുന്ന് തിന്നുന്നുണ്ട്. അധികം പിന്നെ ചോറ് എൻ്റെ അമ്മച്ചി വാരി കൊടുക്കാൻ കേട്ടോ, എന്തെങ്കിലും ഇപ്പോൾ ആ ചോറ് പള്ളിയിലാകുക. അങ്ങനെ പിന്നെ കടന്നുറങ്ങി. പിന്നെ രാവിലെ ഞാൻ നീച്ച് വന്നപ്പോൾ ഇവിടെ ചായയും കടിയൊക്കെ റെഡി ആയിക്കണം കേട്ടോ. പൂരി ഉണ്ട്. പിന്നെ ഇത് തലേ ദിവസത്തെ മീൻകറിയാണ് കേട്ടോ. മീൻകറിയും പൂരിയും കൂട്ടി തിന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടി നോക്കൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കർമൂസ അരിയുന്നുണ്ടെന്ന് ചാറക്കാൻ. അങ്ങനെ അതാ ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കണം കേട്ടോ. കർമൂസ ചാറും പിന്നെ മീൻ വറ്റിച്ചത് ഉണ്ട്, മത്തിയാണ് വറ്റിച്ചത്. പിന്നെ ചെമ്പല്ലിയും കുറച്ച് അയില ഉണ്ടായിന്, അതും പൊരിച്ചും ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ തിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വെയിലാറിന് ശേഷം അതാ ഞങ്ങൾ നെല്ലിക്കുത്തിക്കനെ പോന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പരിയൊക്കെ എത്തിക്കണം കേട്ടോ. അങ്ങനെ വാതിലും തുറന്നുകാണ്ട് നേരെ പോയി നോക്കുന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ അലുങ്കോലാക്കിക്കണോ നോക്കട്ടെ വിചാരിച്ചിട്ട് ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് പോയതില്ലേനോ. അപ്പോഴൊറ്റക്കല്ലേ എന്തൊക്കെയോ കാട്ടിക്കുട്ടീന്ന് നോക്കട്ടെ എന്ന് പോയതാണ്. അപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ, വല്ല കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താട്ടി വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണ്ട് അരി ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. അത് നല്ലപോലെ അങ്ങോട്ട് ചേറി പൊറുക്കി കാണ്ട് അങ്ങോട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ അരിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് കേൾക്കിന് കേട്ടോ. നല്ലോണം കണ്ടും 4 പ്രാവശ്യം അരച്ചിങ്ങോട്ട് കേൾക്കി കണ്ടതാണ് ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. ഇനി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിട്ട് പിന്നെ ഉണക്കാനിടാം. അങ്ങനെ അരി വെള്ളം തോരാൻ വെച്ച് കണ്ട് പിന്നെ അകത്ത് കൂടെ കടിച്ചിട്ട് തുടച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞ് കണ്ട് ഇതാണ് ഞാൻ ഉണക്കാട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മേശം ഇട്ട് കണ്ടാണ് ഉണക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ അരിയും ഗോതമ്പൊക്കെ ഉണക്കൽ. വെയിലത്ത് ഇട്ടാൽ പിന്നെ വെയിലിൻ്റെ ഒരു ചോയക്കാരം. പിന്നെ അതാ ഞാൻ രാത്രിയൊക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പൊറാട്ട കൊണ്ടുവരാന്ന് പറഞ്ഞാണ്ട് പൊറാട്ടയും ബീഫ് കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എൻ്റെ ഓക്കെ ബായ്.